പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കി ഇവർ എല്ലാവരും കോച്ചസ് മാത്രമായി നിന്ന് പോകുന്നു എന്നുള്ളൊരു ഇത്. കാരണം ഒരു കോച്ചിന് എത്ര ലിമിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, എത്ര ഭയങ്കര വലിയ കോച്ചായാൽ പോലും. അപ്പോൾ അവർക്കുള്ള ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നമ്മൾ L2 ക്യാമ്പ് കണ്ടക്ട് ചെയ്തു. ലെവൽ 2 വർക്ക്ഷോപ്പ് 2 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. ലെവൽ 2 വർക്ക്ഷോപ്പ് ബേസിക്കലി ഫോക്കസ് ചെയ്തത് ബിസിനസ് ബിഹൈൻഡ് ബോക്സിംഗ്. അതായത് ശരിക്കും പ്രൊഫഷണൽ ബോക്സിങ്ങിൻ്റെ പുറകിൽ എന്താണ് ബിസിനസ് എന്നുള്ളത് അറിയുക, മാർക്കറ്റ് ശരിക്കും ഗ്ലോബൽ മാർക്കറ്റിലുള്ള റീച്ച് എന്താണ്, ഏതൊക്കെ രീതിയിൽ ഒരു ബോക്സറിന് ഗ്രോ ചെയ്യാൻ പറ്റും, ഒരു കോച്ചിന് ഏത് രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും, ഇതുകൂടാതെ മറ്റ് ഗ്രോ ചെയ്യാനുള്ള അവന്യൂസ് എന്തൊക്കെയാണ്, മാച്ച് മേക്കർ, പ്രൊമോട്ടർ, ബോക്സർ മാനേജർ, ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ സാധ്യതകൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു ശരിക്കും ലെവൽ 2 ശേഷമാണ്, ലെവൽ 2 ക്യാമ്പിലൂടെയാണ്. ഇപ്പോൾ ലെവൽ 2 ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു.